വലിയ വിലക്കയറ്റം, സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടിയ സാഹചര്യം, ഇന്ത്യയിലെ പൊതുകടം GDP-യുടെ 50% ഉയർന്ന സാഹചര്യം, കമ്പോളങ്ങൾ തകർന്നു പോകുന്ന സാഹചര്യം, ഇതിൽ എന്താണ് മുന്നോട്ടുള്ള വഴി എന്ന് വലിയ ദുർഘടമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ആ ദൗത്യം ഡോക്ടർ മൻമോഹൻ സിംഗ് സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലും രാജ്യത്തിന്റെ ധനമന്ത്രി എന്ന നിലയിലും ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് ഉദാരീകരണ നയങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇടവരുത്തി. അതുവരെ കോൺഗ്രസ് പിന്തുടർന്നിരുന്ന ഒരു സോഷ്യലിസത്തിൽ അടിസ്ഥിതമായ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തെ തന്നെ തകിടം മറിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ സിംഗ് ഇന്ത്യയിൽ നവ ഉദാരീകരണത്തിന്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ അവതരിപ്പിച്ചത്. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ സാമ്പത്തികമായി നേടിയിട്ടുള്ള സുസ്ഥിരതയുടെ വിത്ത് പാകിയത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലുകളാണ് എന്ന് നമുക്ക് പറയാം. അന്ന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ, അതായത് ഇന്ത്യ ഒരു കമ്പോളമാക്കി മാറ്റിയിരിക്കുന്നു, ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാകും വിധം മറ്റെല്ലാവർക്കും കടന്നു കയറാൻ പാകത്തിൽ അതിനെ തുറന്നു വെച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ ഡോക്ടർ സിംഗ് ആ കാലഘട്ടത്തിൽ നേരിട്ടിരുന്നു. അതിനുശേഷമാണ് ഒന്നാം UPA സർക്കാർ വരുന്നത്. നമുക്കറിയാം 2002 ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് ആദ്യമായി ഹൈന്ദവനല്ലാത്ത സിഖ് മതത്തിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി എന്ന ഒരു സവിശേഷത ഡോക്ടർ മൻമോഹൻ സിംഗിന് അദ്ദേഹം പ്രധാനമന്ത്രി കടുകിട തന്റെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ ആ നയവുമായി മുന്നോട്ട് പോകുമെന്നും ആ കരാറുമായി മുന്നോട്ട് പോകും എന്ന ഒരു ഉറച്ച നിലപാട് ഡോക്ടർ സിംഗ് ആ ഘട്ടത്തിൽ സ്വീകരിക്കുകയായിരുന്നു.